നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 2024 100 ഡേയ്സ് ചലഞ്ച് ഡേ 8 ആണെന്ന് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. LGS 100 ഡേയ്സ് ചലഞ്ച് ഡേ 8 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണെന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയത്തെ പറ്റിയിട്ടാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഒത്തിരി പോയിന്റ്സ് PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മനുഷ്യ അവയവങ്ങൾ എന്നുള്ള ഭാഗത്ത് ഹൃദയം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് പഠിക്കാം ഹൃദയം. രക്തപരിചയ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപരിചയ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഹൃദയമാണ്. എന്താ സുഹൃത്തുക്കളെ പരിചയ വ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സർക്കുലേഷൻ എന്ന് പറയും, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ രക്തപരിചയ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ശരീരത്തിലേക്ക് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയമാണ്. ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം ചോദിച്ചാൽ അത് ഹൃദയമാണ്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം എന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ PSC ചോദിക്കാം, മനുഷ്യഭ്രൂണത്തിൽ ആദ്യമായി രൂപപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാൽ അതും ഹൃദയം തന്നെയാണ്. പഠിക്കണേ, മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന ശരീര അവയവം എന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. അതുപോലെ തന്നെ ഭ്രൂണത്തിൽ ആദ്യമായി രൂപപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാലും ഏതാണ്? ഹൃദയമാണ്. പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. തലച്ചോറല്ല, ആദ്യം ഏതാ ഉണ്ടാവുന്നത്? ഹൃദയമാണ്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹൃദയത്തെയും ഹൃദയരോഗങ്ങളെ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിനുള്ളത്. ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിനുള്ളത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രക്തപരിചയ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം ഹൃദയം. ശരീരത്തിലേക്ക് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം. മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന ശരീരാവയവം എന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. ഇല്ലെങ്കിൽ PSC ചോദിക്കാം, ഭ്രൂണത്തിൽ ആദ്യമായി രൂപപ്പെടുന്ന അവയവം ചോദിച്ചാലും ഹൃദയം തന്നെയാണ്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിനുള്ളത്. പഠിക്കുക. മനുഷ്യ ഹൃദയത്തിന് ഏകദേശം 250 മുതൽ 300 ഗ്രാം വരെ ഭാരമുണ്ട്. പഠിച്ചോളനെ, മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശം ഭാരം എത്രയാണ്? 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എത്രയാണ്? 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ. ഹൃദയഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ആവരണങ്ങളാണ് പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. ഹൃദയത്തിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ആവരണങ്ങളാണ് പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം അറിയപ്പെടുന്ന പേരാണ് പെരികാർഡിയം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം അറിയപ്പെടുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. അപ്പോ ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലം എന്ന് ചോദിച്ചാൽ അത് പെരികാർഡിയമാണ്. ഈ പെരികാർഡിയത്തിനുള്ളിൽ ആര് സ്ഥിതി ചെയ്യുന്നുണ്ട്? പെരികാർഡിയൽ ദ്രവം സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്താണ്? പെരികാർഡിയൽ ദ്രവം സ്ഥിതി ചെയ്യുന്നുണ്ട്. പഠിക്കുക. ഒന്നുകൂടി പറയാം. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശം ഭാരം 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ. ഹൃദയഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആവരണം പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിങ്ങനെയാണ്. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം അറിയപ്പെടുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. പഠിക്കുക. പെരികാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പെരികാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം ഇല്ലാതാക്കുന്നത് ആരാണ്? പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാലോ. അതിനല്ലേ നമ്മൾ ഹൃദയമെടുപ്പെന്ന് പറയുന്നത്. ആ ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഹൃദയം വികസിക്കുകയോ സങ്കോചിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിലെ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം ഇല്ലാതാക്കുന്നത് ആരാണ്? നമ്മുടെ പെരികാർഡിയൽ ദ്രവമാണ്. പഠിക്കുക. ഹൃദയസ്പന്ദനത്തിന് സഹായിക്കുന്ന പേശികളാണ് മയോകാർഡിയൽ പേശികൾ. ഒരുപാട് തവണ PSC പണ്ട് കാലത്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹൃദയസ്പന്ദനത്തിന് സഹായിക്കുന്ന പേശികളെ എന്ന് ചോദിച്ചാൽ അത് മയോകാർഡിയൽ പേശികളാണ്. ഹൃദയസ്പന്ദനത്തിന് സഹായിക്കുന്ന പേശികൾ ഏതാ സുഹൃത്തുക്കളെ? മയോകാർഡിയൽ പേശികളാണ്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി എന്നറിയപ്പെടുന്നത് ഹൃദയപേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി എന്ന് ചോദിച്ചാൽ ഹൃദയപേശിയും. ഇവിടെ കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൺപോളകളിലെ പേശിയാണ് കേട്ടോ. പഠിക്കുക. ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പെരികാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ ചോദിച്ചാൽ ഹൃദയത്തെ ബാഹ്യശതങ്ങളിൽ നിന്നും രക്ഷിക്കുക, ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം ഇല്ലാതാക്കുക. ഹൃദയസ്പന്ദനത്തിന് സഹായിക്കുന്ന പേശികളാണ് മയോകാർഡിയൽ പേശികൾ. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശി എന്നറിയപ്പെടുന്നത് ഹൃദയപേശിയാണ്. ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മനുഷ്യ ഹൃദയത്തിന്റെ ഘടനയാണ് കേട്ടോ. എന്താണ് മനുഷ്യ ഹൃദയത്തിന്റെ ഘടന? കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. ഈ മനുഷ്യ ഹൃദയത്തിന്റെ ഘടനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. മനുഷ്യ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 4 ആണ്. മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യഹൃദയത്തിന്റെ അറകൾ ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. കഴിഞ്ഞേ മനുഷ്യഹൃദയത്തിന്റെ അറകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, അതുപോലെ തന്നെ വലത് വെൻട്രിക്കിൾ കേട്ടോ. ഏതൊക്കെയാണ് മനുഷ്യഹൃദയത്തിന്റെ അറകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. ഹൃദയത്തിന്റെ വലത് ഇടത് അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് സെപ്തം എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ ഒരിക്കൽ ചോദിച്ചിരുന്നു. ഹൃദയത്തിന്റെ വലത് ഇടത് എന്നിങ്ങനെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? അല്ലെങ്കിൽ ആ പേശി അറിയപ്പെടുന്ന പേരാട്ടോ സെപ്തം എന്ന് പറയുന്നത്. ഇതാണ് സെപ്തം എന്ന് പറയുന്നത്. അപ്പോ ഹൃദയത്തിനെ വലത് ഇടത് എന്ന് വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് സെപ്തം എന്ന് പറയുന്നത്. ശുദ്ധരക്തം കാണപ്പെടുന്ന ഹൃദയത്തിന്റെ അറകൾ ഇടത്തെ അറയാണ് കേട്ടോ. ശുദ്ധരക്തം കാണപ്പെടുന്നത് എപ്പോഴും ഹൃദയത്തിന്റെ ഇടത്തെ അറയിലും, അതുപോലെ അശുദ്ധരക്തം കാണപ്പെടുന്നത് എപ്പോഴും ഹൃദയത്തിന്റെ വലത്തെ അറയിലുമാണ് കേട്ടോ. പഠിച്ചോളണേ. അപ്പോ അശുദ്ധരക്തം കാണപ്പെടുന്നത് ഹൃദയത്തിന്റെ വലത്തെ അറയിലും, ശുദ്ധരക്തം കാണപ്പെടുന്നത് എവിടെയാണ്? ഹൃദയത്തിന്റെ ഇടത്തെ അറയിലുമാണ്. ശുദ്ധരക്തം കാണപ്പെടുന്നത് എവിടെയാണ്? ഹൃദയത്തിന്റെ ഇടത്തെ അറയിലും, അതുപോലെ അശുദ്ധരക്തം കാണപ്പെടുന്നത് എവിടെയാണ്? ഹൃദയത്തിന്റെ വലത്തെ അറയിലുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഘടനയാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യ ഹൃദയത്തിന്റെ അറകൾ ഏതൊക്കെയാണ്? ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. ഹൃദയത്തിന്റെ വലത് ഇടത് അറകളെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഭാഗമാണ് സെപ്തം എന്നറിയപ്പെടുന്നത്. ശുദ്ധരക്തം കാണപ്പെടുന്ന ഹൃദയത്തിന്റെ അറകൾ ഇടത്തെ അറകൾ, അശുദ്ധരക്തം കാണപ്പെടുന്ന ഹൃദയത്തിന്റെ അറ ഏതാണ്? വലത്തെ അറയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ഓറിക്കിളുകൾ. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓറിക്കിളുകൾ മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലെ അറകളാണ് ഓറിക്കിളുകൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ അറിയപ്പെടുന്ന പേരാണ് ഓറിക്കിൾ എന്നുള്ളത്. കണ്ടോ, എയും ബി എന്ന് കൊടുത്തിട്ടില്ലേ? ഇവയാണ് ഓറിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യഹൃദയത്തിന് മുകളിൽ കാണപ്പെടുന്ന അറകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓറിക്കിളുകൾ എന്ന്. വെൻട്രിക്കിളുകളെ അപേക്ഷിച്ച് ഓറിക്കിളുകൾക്ക് വലിപ്പം കുറവായിരിക്കും. വെൻട്രിക്കിളുകളെ അപേക്ഷിച്ച് ഓറിക്കിളുകൾക്ക് എങ്ങനെയാണ്? വലിപ്പം എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്താ സുഹൃത്തുക്കളെ? ഈ ഓറിക്കിളുകളുടെ ജോലി എന്ന് പറയുന്നത് രക്തത്തെ എന്ത് ചെയ്യുക? വെൻട്രിക്കിളിലേക്ക് എത്തിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. വെൻട്രിക്കിളിലേക്ക് കൃത്യമായിട്ട് പ്രഷറോട് കൂടി പുഷ് ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഈ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തുന്നത്. അപ്പോൾ വെൻട്രിക്കിളെ അപേക്ഷിച്ച് എപ്പോഴും ഓറിക്കിളുകൾ അല്പം ചെറുതും കട്ടി കുറവൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വെൻട്രിക്കിളുകളെ അപേക്ഷിച്ച് ഓറിക്കിളുകൾക്ക് വലിപ്പം കുറവായിരിക്കും. ഏട്രിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓറിക്കിളുകളാണ്. പഠിക്കുക. ഏട്രിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓറിക്കിളുകളാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ എന്ന് ചോദിച്ചാൽ അത് വലത് ഓറിക്കിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അറ അല്ലെങ്കിൽ എത്തപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അറ ഏതാണ്? വലത് ഓറിക്കിൾ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. മനുഷ്യ ഹൃദയത്തിന് മുകളിലെ അറകളാണ് ഓറിക്കിൾ എന്നറിയപ്പെടുന്നത്. വെൻട്രിക്കിളുകളെ അപേക്ഷിച്ച് ഓറിക്കിളുകൾക്ക് വലിപ്പം കുറവായിരിക്കും. ഏട്രിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓറിക്കിളുകളാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന ഹൃദയത്തിലെ അറ എന്ന് ചോദിച്ചാൽ അത് വലത് ഓറിക്കിൾ ആണ്. ശ്രദ്ധിക്കണം, ഏതാണ്? വലത് ഓറിക്കിൾ ആണ്. പഠിക്കുക. വലത് ഓറിക്കിളിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വമഹാസിരയും അതുപോലെ തന്നെ അധോമഹാസിരയും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. എന്താ പറഞ്ഞത്? നമ്മുടെ ഓറിക്കിളുകളിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വമഹാസിരയും അതുപോലെ തന്നെ ആരാണ്? അധോമഹാസിരയും. കണ്ടോ സുഹൃത്തുക്കളെ ചിത്രത്തിലെ ഊർധ്വമഹാസിരയും അധോമഹാസിരയും?
മഹാശിരയും, അതായത് ഹൃദയത്തിന്റെ മേളിലും താഴ്ന്ന രണ്ട് പ്രധാനപ്പെട്ട രക്തക്കൊള്ളികൾ എവിടെ എത്തുന്നുണ്ട്? ഹൃദയത്തിന്റെ വലത് ഓർക്കിളിലേക്ക് എത്തുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ വലത് ഓർക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ, എ എന്ന് പറയുന്നത്. ഈ വലത് ഓർക്കിളിലേക്ക് ആരെത്തിക്കുന്നുണ്ട് രക്തം? ഊർധ്വ മഹാശിരയും അധോ മഹാശിരയും എത്തിക്കുന്നുണ്ട്. എന്തു തരത്തിലുള്ള രക്തമാണ് അവരെത്തിക്കുന്നത്? അശുദ്ധ രക്തമാണ് എത്തിക്കുന്നത്. എന്താണ്? അശുദ്ധ രക്തമാണ് എത്തിക്കുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്നത് ഇടത് ഓർക്കിളാണ്. കണ്ടോ, ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന യവനാ ഇടത് ഓർക്കിള്. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ശുദ്ധമായ രക്തം സ്വീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇടത് ഓർക്കിളാണ്. ആരാണ്? ഇടത് ഓർക്കിളാണ്. ഇടത് ഓർക്കിലേക്ക് രക്തം എത്തിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകള്. കണ്ടോ, ചിത്രത്തില് ഒരു മഞ്ഞ കളർ മാർക്ക് ചെയ്തിരിക്കുന്ന എവനാണ് കേട്ടോ ശ്വാസകോശ സിര എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഇടത് ഓർക്കിളിലേക്ക് നല്ല ശുദ്ധമായ രക്തം എത്തിക്കുന്നത് ആരാണ്? അത് ശ്വാസകോശ സിരകളാണ്. ഇല്ലെങ്കിൽ ഇത്ര മാത്രം ഓർത്താൽ മതി, ഹൃദയത്തിലേക്ക് എപ്പോഴും ശുദ്ധരക്തം വരണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും സുഹൃത്തുക്കളെ? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നായിരിക്കണം. ശുദ്ധരക്തം അശുദ്ധരക്തം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്സിജൻ കൂടുതലുള്ള രക്തമാണെങ്കിൽ അത് ശുദ്ധരക്തം, ഓക്സിജൻ കുറവുള്ള രക്തമാണെങ്കിൽ അതിന് അശുദ്ധരക്തം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തമാണെങ്കിൽ അവനെ നമ്മൾ അശുദ്ധരക്തം എന്ന് വിളിക്കുന്നു. ഇവിടെ ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നല്ല കൂടുതലുള്ള നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് ഇറങ്ങി വരുന്ന രക്തമാണ്. അവൻ നേരെ ചെന്ന് ആരിലാ കയറി കൊടുക്കുന്നത്? ഇടത് ഓർക്കിളിലാണ് കേട്ടോ ചെന്ന് കയറുന്നത്. അപ്പോൾ ഇടത് ഓർക്കിളിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആ സിരയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ശ്വാസകോശ സിര എന്ന് വിളിക്കുന്നു. അവൻ എവിടെ നിന്നാ വരുന്നത്? ശ്വാസകോശത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവനെ നമ്മൾ വിളിക്കുന്നു ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം അശുദ്ധരക്തം വഹിക്കുന്നവയാണ് സിരകൾ എന്ന് പറയുന്നത്. അശുദ്ധരക്തം വഹിക്കുന്ന നമ്മുടെ രക്തക്കൊള്ളുകൾ അറിയപ്പെടുന്ന പേരാണ് സിരകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു സിര മാത്രം ശുദ്ധരക്തം വഹിക്കുന്നുണ്ട്. അവൻ ആരാ? ശ്വാസകോശ സിരയാണ്. പഠിക്കുക. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ശ്വാസകോശ ധമനി. എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് കേട്ടോ. അല്ലാതെ നമുക്ക് ഇവിടെ ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. ശുദ്ധരക്തം എവിടെ നിന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, ശുദ്ധരക്തമാണോ അത് ശ്വാസകോശത്തിൽ നിന്ന് വരണം. അപ്പോ ശുദ്ധരക്തം എവിടെ നിന്നാ വരുന്നത്? ശ്വാസകോശത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ആരംഭിക്കുന്ന സിര കേട്ടോ. നമ്മുടെ ശുദ്ധരക്തത്തിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ആരംഭിക്കുന്ന സിരയായതുകൊണ്ടാണ് ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ആരായത്? ശ്വാസകോശ സിരയായത്. ഇപ്പൊ മനസ്സിലായോ? ഇനി നേരെ തിരിച്ച് നമുക്കറിയാം, ശുദ്ധരക്തം മാത്രം വഹിക്കുന്ന സ്വഭാവമുള്ള നമ്മുടെ രക്തക്കൊള്ളുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരേ ഒരു ധമനി മാത്രം എന്ത് ചെയ്യുന്നു? നമ്മുടെ അശുദ്ധ രക്തം വഹിക്കുന്നുണ്ട്. അതാരാണ്? ശ്വാസകോശ ധമനിയാണ്. ആരാണ്? ശ്വാസകോശ ധമനിയാണ്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്കും ശ്രദ്ധിച്ചേതാ ഈ കാണുന്ന കേട്ടോ ശ്വാസകോശ ധമനി എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ശ്വാസകോശ ധമനി എവിടെന്നാ ആരംഭിച്ചിരിക്കുന്നത്? കണ്ടോ, ഈ ശ്വാസകോശ ധമനി എവിടെന്നാ വന്ന് കയറിയിരിക്കുന്നത്? അവൻ നേരെ നമ്മുടെ ഹൃദയത്തിലെ വെൻട്രിക്കിൾ, അതായത് വലത് വെൻട്രിക്കിളിൽ നിന്നാണല്ലേ വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ വലത് വെൻട്രിക്കിൾ എന്താ ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഓർത്താൽ മതി, വലത് വെൻട്രിക്കിളിലുള്ള അശുദ്ധ രക്തത്തെ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് കൊണ്ടുപോകണം. എന്തിനാ കൊണ്ടുപോകുന്ന ശ്വാസകോശത്തിലോട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിന്റെ വലത് ഭാഗം എപ്പോഴും അശുദ്ധ രക്തം മാത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിന്റെ ഇടത് ഭാഗം എപ്പോഴും അശുദ്ധ രക്തം മാത്രമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വെൻട്രിക്കിളിനുള്ളിൽ നിറഞ്ഞു കിടക്കുന്ന അശുദ്ധ രക്തം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തത്തെ എന്ത് ചെയ്യണം? നേരെ ശ്വാസകോശത്തിലോട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസകോശ ധമനി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ വെച്ച കൺഫ്യൂഷൻ അങ്ങ് തീർത്തോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ചിന്തിച്ചോളണം, ശുദ്ധരക്തം എവിടെ നിന്നാ വരുന്നത്? ശ്വാസകോശത്തിൽ നിന്നാണ്. അപ്പോൾ ശ്വാസകോശ സിര. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചോളണം, അശുദ്ധ രക്തം എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതേതാണ്? ശ്വാസകോശ ധമനിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വെൻട്രിക്കിളുകൾ. എന്താ സുഹൃത്തുക്കളെ? വെൻട്രിക്കിളുകൾ. നമുക്ക് നോക്കാം. വെൻട്രിക്കിളുകൾ താരതമ്യേനെ കട്ടികൂടിയ പേശികളാൽ നിർമ്മിതമാണ് വെൻട്രിക്കിളുകൾ. താരതമ്യേനെ
കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമാണ് വെൻട്രിക്കിളുകൾ. എന്താ സുഹൃത്തുക്കളെ താരതമ്യേന കട്ടി കൂടിയ പേശികളാണ് വെൻട്രിക്കിളുകൾ എന്ന് പറയാൻ കാരണം? നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം ശ്വാസകോശത്തിലോട്ടായിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് ആയിക്കോട്ടെ, എവിടേക്ക് എത്തിക്കുന്നതും ആരാണ്? ഈ വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോഴാണ്. അപ്പൊ വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നത് നല്ല കട്ടി കൂടി ശക്തമായ പേശികൾ വെച്ച് നിർമ്മിക്കണ്ടേ, എങ്കിലല്ലേ ഇത്രയും രക്തം നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ താരതമ്യേന കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമാണ് വെൻട്രിക്കിളുകൾ. ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമായ അറ ഇടത് വെൻട്രിക്കിളാണ്. പഠിച്ചോളനെ, ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമായ അറ ഏതാണ്? ഇടത് വെൻട്രിക്കിളാണ്. എന്തുകൊണ്ടാണ് അവന് കട്ടി കൂടുതലെന്ന് നമുക്ക് അടുത്ത പോയിന്റിലൂടെ പറഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. രക്തം ശരീരഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് കേട്ടോ. രക്തം ശരീരഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടത് വെൻട്രിക്കിളിന് ഇത്രയും കട്ടി കൊടുത്തിരിക്കുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമായിരിക്കുന്ന അറ ഏതാണ്? നമ്മുടെ ഇടത് വെൻട്രിക്കിളാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, വെൻട്രിക്കിളുകൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാല് രക്തത്തിന് എവിടെ എത്തിക്കുന്നു? ഒന്ന് നമ്മുടെ ശ്വാസകോശത്തെ എത്തിക്കുന്നു, മറ്റൊന്നെന്താണ്? നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എല്ലാം രക്തത്തെ എത്തിക്കുന്നത് ആരാണ്? വെൻട്രിക്കിളുകളുടെ ജോലിയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് ഇടത് വെൻട്രിക്കിളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇടത് വെൻട്രിക്കിൾ നല്ല പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തോന്നും, എന്താ വലത് വെൻട്രിക്കിൾ രക്തം പമ്പ് ചെയ്യുന്നില്ലേ? പമ്പ് ചെയ്യുന്നുണ്ട് രക്തം. പക്ഷേ വലത് വെൻട്രിക്കിൾ എവിടത്തേക്കാ രക്തം പമ്പ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് നമ്മുടെ ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് മാത്രം അശുദ്ധ രക്തം എത്തിക്കുന്ന പരിപാടി ആർക്കുള്ളൂ? നമ്മുടെ ഹൃദയത്തിന്റെ വലത് വെൻട്രിക്കിളിനുള്ളൂ. അപ്പോൾ അത്രയും കട്ടി കൂടിയ പേശികളാൽ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ വലത് വെൻട്രിക്കിൾ? ആവശ്യമില്ല. കാരണം എന്താ? ശ്വാസകോശത്തിലോട്ട് മാത്രം അശുദ്ധ രക്തം എത്തിക്കുന്ന ജോലിയുള്ളൂ ആർക്ക്? നമ്മുടെ വലത് വെൻട്രിക്കിളിനുള്ളൂ. എന്നാൽ ഇടത് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഇടത് വെൻട്രിക്കിൾ വേണം. അപ്പോൾ അവൻ അത്രയും വലിയ ജോലി ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ പേശികളെല്ലാം നല്ല കട്ടി കൂടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ പേശികളിൽ നിർമ്മിതമായ അറ ഏതാണ്? ഇടത് വെൻട്രിക്കിളാണ്. രക്തം ശരീരഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. താരതമ്യേന കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമാണ് വെൻട്രിക്കിളുകൾ. ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ പേശികളാൽ നിർമ്മിതമായ അറ ഇടത് വെൻട്രിക്കിളാണ്. രക്തം ശരീരഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ്. അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം, വെൻട്രിക്കിളുകളിൽ നിന്നാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച മേഖല ഹൃദയവും വാൽവുകളും. എന്താണ്? ഹൃദയവും വാൽവുകളും. ഏട്രിയങ്ങൾക്കും വെൻട്രിക്കിളുകൾക്കും ഇടയിൽ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന വാൽവുകളാണ് കാസ്പീഡ് വാൽവുകൾ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഏട്രിയങ്ങൾക്കും വെൻട്രിക്കിളുകൾക്കും ഇടയിൽ വാൽവുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓറിക്കിളുകൾക്കും വെൻട്രിക്കിളുകൾക്കും എന്ന് പറയാം. ഈ ഓറിക്കിളുകൾ തന്നെയാണ് നമ്മൾ ഏട്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്മാർക്കിടയിൽ എന്തുണ്ട്? വാൽവുകളുണ്ട്. ഇങ്ങനെയുള്ള വാൽവുകൾ അറിയപ്പെടുന്ന പേരാണ് കാസ്പീഡ് വാൽവ് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് കാസ്പീഡ് വാൽവുകൾ നമുക്ക് നോക്കാം. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ഓറിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന വാൽവുകളാണ് ബൈക്കസ്പീഡ് വാൽവും ട്രൈക്കസ്പീഡ് വാൽവും. പഠിച്ചോളനെ. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് ബൈക്കസ്പീഡ് വാൽവ്, ഇതാണ് ട്രൈക്കസ്പീഡ് വാൽവ്. ഈ താഴെ തന്നേക്കുന്ന രണ്ടെണ്ണം, ഈ സിയും ഡിയും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നത്. എയും ബിയും ആണ് നമ്മുടെ ഓറിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ഏട്രിയോ എന്ന് പറയും. അപ്പോൾ വെൻട്രിക്കിളും ഓറിക്കിളും ഒക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഓറിക്കിളുകളിൽ നിന്ന് രക്തം എന്ത് ചെയ്യുന്നു? താഴേക്കുള്ള വെൻട്രിക്കിളുകൾ എന്ന് പറയുന്ന ആ ഒരു അറകളിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ എന്ത് ചെയ്യും? അശുദ്ധ രക്തം നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്കും ശുദ്ധരക്തം നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു? എത്തുന്നു. ഇങ്ങനെ സങ്കോചിക്കുന്ന സമയത്ത് തിരിച്ച് രക്തം കയറാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ട്രൈക്കസ്പീഡ് വാൽവും ബൈക്കസ്പീഡ് വാൽവും എവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തില് വന്നിരിക്കുന്നത്. ഇടത് ഓറിക്കിളിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ബൈക്കസ്പീഡ് വാൽവ്. എന്താണ്? ബൈക്കസ്പീഡ് വാൽവ്. അപ്പോൾ ഇടത് ഓറിക്കിളിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്നതാണ് ആര്? ബൈക്കസ്പീഡ് വാൽവ്. എന്താണ്? ബൈക്കസ്പീഡ് വാൽവ്. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. ഇടത് ഓറിക്കിളിനെയും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ബൈക്കസ്പീഡ് വാൽവ്. വലത് ഓറിക്കിളിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്നതാണ് ട്രൈക്കസ്പീഡ് വാൽവ്. വലത് ഓറിക്കിളിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ട്രൈക്കസ്പീഡ് വാൽവ് എന്ന് പറയുന്നത്. ഏതാണ്? ട്രൈക്കസ്പീഡ് വാൽവ് എന്ന് പറയുന്നത്. പഠിക്കുക.
രക്തക്കുഴലുകളിൽ നിന്നും രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന വാൽവുകളാണ് സെമി ലൂണാർ വാൽവുകൾ. കണ്ടോ സുഹൃത്തുക്കളെ, സെമി ലൂണാർ വാൽവുകൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശക്തമായിട്ട് പ്രഷറിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ രക്തത്തെ പമ്പ് ചെയ്യുന്നു. ഇങ്ങനെ രക്തത്തെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം എന്ത് ചെയ്യരുത്, തിരിച്ച് വീണ്ടും ഒഴുകി എന്ത് ചെയ്യരുത്, ഹൃദയത്തിൽ വന്ന് കയറരുത്. അതായത് ഈ കടന്നുപോയ രക്തക്കുഴലിൽ കൂടെ രക്തം എന്ത് ചെയ്യരുത്, തിരിച്ചു വരരുത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വാൽവുകൾ അറിയപ്പെടുന്ന പേരാണ് സെമി ലൂണാർ വാൽവുകൾ എന്ന്. എന്താണ് സെമി ലൂണാർ വാൽവുകൾ എന്ന് പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം. എന്താണ് ഹൃദയത്തിന്റെ പ്രവർത്തനം? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ എസ് എ നോഡ് എന്നൊക്കെ പറയും കേട്ടോ. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്, സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. പേരെന്താണ്? സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡിന്റെ സ്ഥാനം വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്, സൈനോ ഏട്രിയൽ നോഡ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വലത് ഏട്രിയത്തിന്റെ ഭിത്തികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈനോ ഏട്രിയൽ നോഡാണ്. ഏതാണ്? സൈനോ ഏട്രിയൽ നോഡാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ പറഞ്ഞത്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗം സൈനോ ഏട്രിയൽ നോഡാണ്. സൈനോ ഏട്രിയൽ നോഡിന്റെ സ്ഥാനം വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം കേട്ടോ. ഹൃദയസ്പന്ദനം എന്താ സുഹൃത്തുക്കളെ? ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റലിയും ഒരു ഡയസ്റ്റലിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നത്. ഒരു സിസ്റ്റലിയും ഒരു ഡയസ്റ്റലിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താണ് സിസ്റ്റലി എന്നും എന്താണ് ഡയസ്റ്റലി എന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ന് പറയാം, ഒരു സിസ്റ്റലിയും ഒരു ഡയസ്റ്റലിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്നത് 72 തവണ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. മനുഷ്യ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ ശരാശരി സ്പന്ദിക്കുന്ന സുഹൃത്തുക്കളെ? 72 തവണ. വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കുന്നതിന് ഹൃദയത്തെ സഹായിക്കുന്നത് മയോകാർഡിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരേപോലെ സ്പന്ദിക്കുന്നതിന് ഹൃദയത്തെ സഹായിക്കുന്നത് മയോകാർഡിയമാണ്. ഏതാണ്? മയോകാർഡിയമാണ്. ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു സിസ്റ്റലിയും ഒരു ഡയസ്റ്റലിയും ചേർന്നതാണ്. ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര സ്പന്ദിക്കുന്നു ചോദിച്ചാൽ മനുഷ്യഹൃദയമാണ് 72 തവണ. വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കുന്നതിന് ഹൃദയത്തെ സഹായിക്കുന്നത് മയോകാർഡിയമാണ്. പഠിക്കുക. ഗർഭസ്ഥ ശിശുവിന് ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഗർഭസ്ഥ ശിശുവിന് അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തില് ആദ്യമായിട്ടുണ്ടാകുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് ഹൃദയമായിരിക്കും. മനുഷ്യ ഭ്രൂണത്തിൽ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22-ാം ദിവസം മുതലാണ്. ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യ ഭ്രൂണത്തില് ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ്? ആ ഭ്രൂണം ഡെവലപ്പായി 22 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയം ഇടിച്ചു തുടങ്ങുന്നു. ഹൃദയസ്പന്ദനം കണ്ടെത്തുവാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൃദയസ്പന്ദനം കണ്ടെത്തുവാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലിനാക് ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെനെ ലിനാക് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെനെ ലിനാക് ആണ്. ഒന്നുകൂടി പറയാം, ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയം. മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ. ആർക്കാ? ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ. ഹൃദയസ്പന്ദനം കണ്ടെത്തുവാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെനെ ലിനാക് ആണ്. ആരാണ്? റെനെ ലിനാക് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഒന്ന് സിസ്റ്റലി, മറ്റൊന്ന് ഡയസ്റ്റലി. നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റലി എന്നും ഡയസ്റ്റലി എന്നും. സിസ്റ്റലി ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റലി എന്നറിയപ്പെടുന്നത്. ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്ന പേരാണ് സിസ്റ്റലി എന്ന്. സിസ്റ്റലി സമയത്ത് രക്തം ഏട്രിയങ്ങളിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് അവിടെ നിന്നും പുറത്തേക്കും പ്രവഹിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
സിസ്റ്റളി സമയത്ത് ഏട്രിയങ്ങളിൽ നിന്ന് രക്തം എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ നിന്ന് പുറത്തേക്കും പോകുന്നു. അപ്പോൾ ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്ന പേരാണ് സിസ്റ്റളി എന്ന് പറയുന്നത്. സിസ്റ്റളി സമയത്ത് രക്തം ഏട്രിയങ്ങളിൽ നിന്നും വെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും എന്ത് ചെയ്യുന്നു? പ്രവഹിക്കുന്നു. അടുത്തതായി പറയുവാനുള്ളതാണ് ഡയസ്റ്റളി എന്നുള്ളത്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എന്താ സുഹൃത്തുക്കളെ ഡയസ്റ്റളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ അറകൾ വിശ്രമിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൃദയത്തിന്റെ അറകളുടെ വിശ്രമം അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി എന്ന്. അപ്പോ ഹൃദയത്തിന്റെ അറകളുടെ വിശ്രമം അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി എന്ന്. ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകൾക്കും വിശ്രമാവസ്ഥയിൽ എത്തുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി. അങ്ങനെയും പറയാം, ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും വിശ്രമാവസ്ഥയിൽ എത്തുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സിസ്റ്റളി? ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി എന്നറിയപ്പെടുന്നത്. സിസ്റ്റളി സമയത്ത് രക്തം ഏട്രിയങ്ങളിൽ നിന്നും വെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു. എന്താ ഡയസ്റ്റളി എന്ന് പറഞ്ഞാൽ ഹൃദയ അറകളുടെ വിശ്രമം അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി എന്ന്. ഏട്രിയങ്ങളും വെൻട്രിക്കിളും വിശ്രമാവസ്ഥയിൽ എത്തുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഡയസ്റ്റളി. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചോളണം, ഡയസ്റ്റളി സമയത്ത് നമ്മുടെ ഏട്രിയങ്ങളും വെൻട്രിക്കിളുകളും വിശ്രമാവസ്ഥയിലായിരിക്കും പഠിക്കുക. അടുത്തതാണ് സിസ്റ്റോളിക് പ്രഷറും അതുപോലെ ഡയസ്റ്റാളിക് പ്രഷറും. സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അറിയപ്പെടുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. പഠിച്ചോളനെ, ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അറിയപ്പെടുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. മനുഷ്യന്റെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ 120 mm/Hg ആണ് കേട്ടോ. പഠിച്ചോളനെ, മനുഷ്യന്റെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mm/Hg ആണ്. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുവാനുള്ള രക്തത്തിന്റെ അളവ് 70 ml വെച്ചാണ് കേട്ടോ. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുവാനുള്ള രക്തത്തിന്റെ അളവ് എത്രയാണ്? 70 ml. ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചാൽ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും. എവിടെയാ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുന്നത്? നമ്മുടെ രക്തക്കുഴലുകളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന്. എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന്? ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചാൽ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അറിയപ്പെടുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. മനുഷ്യന്റെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 mm/Hg ആണ്. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുവാനുള്ള രക്തത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 70 ml ആണ്. പഠിക്കണം. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. മനുഷ്യന്റെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ എത്രയെന്ന് ചോദിച്ചാൽ അത് 80 mm/Hg ആണ് കേട്ടോ. പഠിച്ചോളനെ, മനുഷ്യന്റെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ എത്രയാ സുഹൃത്തുക്കളെ? 80 mm/Hg ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടേമാണ് പൾസ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് പൾസ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തികളിൽ ഉടനീളം അനുഭവപ്പെടുന്നു. ഇതിനെ പൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്താ പൾസ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തികളിൽ ഉടനീളം അനുഭവപ്പെടുന്നു. ഇതിനെ നമ്മൾ പൾസ് എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ സാധാരണ പൾസ് നിരക്ക് മിനിറ്റിൽ 72 തവണയാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മനുഷ്യന്റെ സാധാരണ പൾസ് നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 72 തവണയാണ്. പൾസ് നിരക്ക് ഹൃദയമിടിപ്പ് നിരക്കിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൾസ് നിരക്ക് നോക്കിയിട്ട് ഹൃദയമിടിപ്പ് നിരക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൾസ് നിരക്ക് എപ്പോഴും ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ, സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ, പൾസ് നിരക്ക് ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പൾസ് നോക്കി ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ BP എന്നൊക്കെ പറയൂലേ സുഹൃത്തുക്കൾ, അത് തന്നെ കേട്ടോ. അപ്പോൾ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്താണ്? സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം എന്നറിയപ്പെടുന്നത്. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സിഗ്മോമാനോമീറ്റർ ആണ്. ഏതാണ്?
സിഗ്മോ മാനോമീറ്റർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡിജിറ്റൽ BP മീറ്റർ എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചോളണം, ഡിജിറ്റൽ BP മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അതും രക്തസമ്മർദ്ദം അളക്കുവാനാണ്. അപ്പോൾ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, മനുഷ്യന്റെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ 80 mm/Hg. പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തികളിലുടനീളം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് പൾസ് എന്നറിയപ്പെടുന്നത്. മനുഷ്യന്റെ ശരാശരി പൾസ് നിരക്ക് 72 തവണയാണ് മിനിറ്റില്. അതുപോലെ തന്നെ പൾസ് നിരക്ക് ഹൃദയമിടിപ്പ് നിരക്കിന് തുല്യമായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ് പറഞ്ഞത്. സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം അളക്കുവാനുള്ള ഉപകരണം സിഗ്മോ മാനോമീറ്റർ. എന്താണ്? സിഗ്മോ മാനോമീറ്റർ ആണ് പഠിക്കുക. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് 120/80 mm/Hg ആണ്. ഇതങ്ങ് പഠിച്ചു വെച്ചോളനെ. ആദ്യം 120 ആണേ വരുന്നത്, വലിയവനാണേ ആദ്യം കൊടുക്കാനുള്ളത്, എന്നിട്ട് ചെറിയവന് കൊടുക്കാവൂ. അപ്പൊ 120/80 mm/Hg ആണ്. ഇത് PSC തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് നെഗറ്റീവ് അടിച്ചു കൊടുത്തതാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC സ്ഥിരം നമ്മളെ തെറ്റിക്കാൻ ചോദിക്കും. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mm/Hg ആണ്. വലിയ ആൾ ആദ്യം എഴുതണം, ചെറിയ ആളെ രണ്ടാമത് എഴുതണം. സാധാരണ നിരക്കിനേക്കാൾ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നത്. സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ ടെൻഷൻ. ഇത് രണ്ടും PSC പ്രീവിയസ് ആണ്. സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുകയാണെങ്കിൽ അതിനെ അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോ ടെൻഷൻ എന്നും പറയുന്നു. അതിരക്തസമ്മർദ്ദത്തിനുള്ള പ്രധാന കാരണങ്ങളാണ് ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതമായ ഉപയോഗം, പുകവലി, വ്യായാമക്കുറവ്. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചോളനെ. ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതമായ ഉപയോഗവും പുകവലിയും വ്യായാമക്കുറവും അതിരക്തസമ്മർദ്ദത്തിനുള്ള പ്രധാന കാരണങ്ങളാണ്. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്കും ഹൃദയാഘാതവും. ഇത് രണ്ട് കേസിലും വരും കേട്ടോ. ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ ഹൈപ്പോ ടെൻഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടിനെയും കൃത്യമായിട്ട് കണ്ടെത്തി ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിനോ കാരണമാകും. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് കൃത്രിമ പേസ് മേക്കർ. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണെന്ന്. എന്നാൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കൃത്രിമ പേസ് മേക്കറിനെ പറ്റിയിട്ടാണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൻസൻ ഗ്രേറ്റ് ബാച്ച് ആണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയ വ്യക്തി ആരാണ്? വിൻസൻ ഗ്രേറ്റ് ബാച്ച് ആണ്. ഇദ്ദേഹം അമേരിക്കക്കാരനായിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ് കേട്ടോ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് ആരാണ്? വിൻസൻ ഗ്രേറ്റ് ബാച്ച് ആണ്. ഇദ്ദേഹം അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത് 1960 മുതൽ. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത് 1960 മുതൽ. കൃത്രിമ പേസ് മേക്കറിന്റെ ഭാഗമാണ് പൾസ് ജനറേറ്ററും അതുപോലെ തന്നെ ഈ പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ ഹൃദയത്തിൽ എത്തിക്കുന്ന ഒരു ഭാഗവും കേട്ടോ. കൃത്രിമ പേസ് മേക്കറിന്റെ ഭാഗങ്ങളാണ് പൾസ് ജനറേറ്ററും അതുപോലെ തന്നെ പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിൽ എത്തിക്കുവാനുള്ള സംവിധാനവും പഠിക്കുക. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ECG. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG എന്ന് പറയുന്നത്. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ECGയുടെ പൂർണ്ണരൂപം എന്താ സുഹൃത്തുക്കളെ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. പഠിച്ചു വെച്ചോളണം. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ. പണ്ട് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ECG കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഐന്തോവൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7 എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതായിരുന്നു? ജാർവിക് 7 ആയിരുന്നു. ജാർവിക് 7 കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് ജാർവിക് ആണ്. ജാർവിക് 7 എന്ന കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? റോബർട്ട് ജാർവിക് ആണ്. ഒന്നുകൂടി പറയാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ECG. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. ജാർവിക് 7 കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് ജാർവിക് ആണ്. ആരാണ്?
റോബർട്ട് ജാർവിക്കാണ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് PSC ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമേഖലയിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടേ, ശ്രദ്ധിച്ചോളുക. ആൻജീന. എന്താണ് ആൻജീന? എന്താ ആൻജീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപേശികളിലേക്കുള്ള രക്തചംക്രമണം കുറയുന്നത് മൂലം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദന അറിയപ്പെടുന്ന പേരാണ് ആൻജീന എന്ന് പറയുന്നത്. എന്താ ആൻജീന എന്ന് പറഞ്ഞാൽ ഹൃദയപേശികളിലേക്കുള്ള രക്തചംക്രമണം കുറയുന്നത് മൂലം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദനയാണ് ആൻജീന എന്നറിയപ്പെടുന്നത്. കാർഡിയോമയോപ്പതി. അടുത്തതാണ് കാർഡിയോമയോപ്പതി. ഹൃദയപേശികൾക്കുണ്ടാകുന്ന രോഗമാണ് കാർഡിയോമയോപ്പതി. കാർഡിയോമയോപ്പതി. വാദപ്പനി. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വാദപ്പനി. വാദപ്പനി പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ ഹൃദയത്തിലെ വാൾവുകളെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. വാദപ്പനി പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? നമ്മുടെ ഹൃദയത്തിലെ വാൾവുകളെയാണ്. വാദപ്പനി പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരാവയവം ഹൃദയത്തിലെ വാൾവുകളെയാണ്. അടുത്തതാണ് ടാക്കികാർഡിയ അല്ലെങ്കിൽ ടാക്കികാർഡിയ എന്നൊക്കെ പറയും കേട്ടോ. ടാക്കികാർഡിയ എന്നൊക്കെ പറയും. ഹൃദയത്തിന്റെ സാധാരണഗതിയിലുള്ള സ്പന്ദന നിരക്കിനേക്കാൾ കൂടിയ സ്പന്ദന നിരക്ക് അറിയപ്പെടുന്ന പേരാണ് ടാക്കികാർഡിയ എന്ന്. അതായത് നമ്മുടെ സാധാരണ മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് 72 എന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ നിന്നും കൂടുതൽ, ഏകദേശം ഒരു 100ൽ കൂടുതലായിട്ട് ഹൃദയസ്പന്ദന നിരക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്കികാർഡിയ എന്ന് കേട്ടോ. അപ്പോൾ ഹൃദയത്തിന്റെ സാധാരണഗതിയിലുള്ള സ്പന്ദന നിരക്കിനേക്കാൾ കൂടിയ സ്പന്ദന നിരക്ക് അറിയപ്പെടുന്ന പേരാണ് ടാക്കികാർഡിയ എന്ന് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദ്യമായി നമ്മൾ പറഞ്ഞതാണ് ആൻജീന. ആൻജീന എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയപേശികളിലേക്കുള്ള രക്തചംക്രമണം കുറയുന്നത് മൂലം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദനയാണ് ആൻജീന. എന്താ കാർഡിയോമയോപ്പതി? ഹൃദയപേശികൾക്കുണ്ടാകുന്ന വൈകല്യ രോഗം അറിയപ്പെടുന്ന പേരാണ് കാർഡിയോമയോപ്പതി എന്ന്. വാദപ്പനി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വാദപ്പനി ബാധിക്കപ്പെടുന്ന ശരീരാവയവം ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളെയാണ് കേട്ടോ. ടാക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ സാധാരണഗതിയിലുള്ള സ്പന്ദന നിരക്കിനേക്കാൾ കൂടിയ സ്പന്ദന നിരക്ക് അറിയപ്പെടുന്ന പേരാണ് ടാക്കികാർഡിയ എന്ന് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എന്താണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ? ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ഒത്തിരി പോയിന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സുഹൃത്തുക്കളെ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ 3 എന്ന് പറയുന്ന നമ്പർ അങ്ങ് ഓർത്ത് വെച്ചോളണം കേട്ടോ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ 3 എന്ന് പറയുന്ന നമ്പർ അങ്ങ് ഓർത്ത് വെച്ചോളണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 മാർക്ക് ഈ 3 ഒപ്പിച്ചേരും കേട്ടോ. അപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തെന്ന് ആലോചിക്കുക? 3 എന്ന് പറയുന്ന നമ്പർ ആലോചിക്കുക. കാരണം ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ വർഷങ്ങളെല്ലാം കൂടെ കിടക്കുന്ന ഈ 3-നകത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ലോകത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആയിരുന്നു. അദ്ദേഹം എവിടെ വെച്ചാണ് നടത്തിയത്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. അദ്ദേഹം എവിടെയാ ചെയ്തത്? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഇത് പഠിക്കാനൊരു ഐഡിയ പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ. ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ബാറിൽ വെച്ചാണ് നിങ്ങൾ പഠിക്കുക. അത് എവിടെയുള്ള ബാറിലാണ്? ആ സൗത്ത് ആഫ്രിക്കയിലുള്ള ബാറിലാണെന്ന് പഠിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ലോകത്ത് ഹൃദയം മാറ്റി വെച്ചത് ഒരു ബാറിൽ വെച്ചായിരുന്നു. അത് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ബാറിലായിരുന്നു എന്നങ്ങ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാ? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. ബാർ എന്ന് വെച്ചാൽ ബെർണാഡ് കേട്ടോ. എവിടെ വെച്ചാണ് നടത്തിയത്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. 1967 ഡിസംബർ മാസം 3-ാം തീയതി 1967 ഡിസംബർ മാസം 3-ാം തീയതിയാണ് എന്ത്? ഹൃദയം മാറ്റ ശസ്ത്രക്രിയ നടന്നത് കേട്ടോ. ആദ്യമായിട്ട് ഹൃദയം മാറ്റ ശസ്ത്രക്രിയ നടന്ന വർഷം 1967 ഡിസംബർ 3 അതുകൊണ്ട് ഈ ഡിസംബർ 3 നമ്മൾ ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് പഠിച്ചോളണേ. ഇനി ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ വേണുഗോപാൽ ആയിരുന്നു. ആരാണ്? ഡോക്ടർ വേണുഗോപാൽ ആയിരുന്നു. അദ്ദേഹം എയിംസ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കേട്ടോ. എയിംസ് ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 1994 ഓഗസ്റ്റ് 3-നായിരുന്നു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ വിജയകരമായി നടത്തിയത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്
നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ്. വർഷം 1994 ആഗസ്റ്റ് 3 അതാണ് കേട്ടോ പറഞ്ഞത്. ഒരു 3ന്റെ കളിയായി ഹൃദയം മാറ്റിവെക്കിയ ശസ്ത്രക്രിയ മൊത്തം 1994 ഓഗസ്റ്റ് 3 എയിംസ് ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞിരിക്കുന്ന ഹൃദയം മാറ്റിവെക്കിയ ശസ്ത്രക്രിയ നടത്തിയത്. ഇങ്ങനെ വിജയകരമായിട്ട് ഇന്ത്യയിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെക്കിയ ശസ്ത്രക്രിയ നടത്തിയ ഓഗസ്റ്റ് 3 നമ്മൾ ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ് ആഗസ്റ്റ് 3. ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് 3. അതുപോലെ ലോക ശസ്ത്രക്രിയാ ദിനം എന്നതാണ് ഡിസംബർ 3 പഠിക്കുക. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 2003 മെയ് 13 നടത്തിയത് കേട്ടോ. 2003 മെയ് 13 എന്ത് ചെയ്തത്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് പഠിക്കുക. ഇത് എവിടെ വെച്ചാ ചെയ്തത്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് വെച്ചായിരുന്നു കേട്ടോ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തോന്നും നമുക്ക് ഇത്രയും കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പഠിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ചില പ്രത്യേക ടോപ്പിക്കുകൾ ഒരല്പം കാട് കയറി പഠിച്ചേ പറ്റൂ. കാരണം PSC പ്രീവിയസ് ആയി ചോദിക്കുന്നെങ്കിലും കുറച്ചൊന്ന് കൺഫ്യൂഷനാക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഡൗട്ടാവും അവിടെ ഇരുന്നിട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പോൾ ഹൃദയം, തലച്ചോറ്, അതുപോലെ തന്നെ ലങ്സ്, അതുപോലെ കിഡ്നി, ഇങ്ങനെയുള്ള ആമാശയം, യവന്മാരൊക്കെ അല്പം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോകണം. അതിനുശേഷമുള്ള അവയവങ്ങളൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 4 അവയവങ്ങളെങ്കിലും മിനിമം നന്നായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരൊറ്റ ക്ലാസ് ആയിട്ട് ഹൃദയം എടുത്തത്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.